ഓക്കെ. നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാൻ. തോട്ടത്തിൽ പൂ പറിച്ചു നിൽക്കുകയായിരുന്നു മാളു. വെള്ളക്കാരി എന്നാണ് കൂട്ടുകാർ അവളെ കളിയാക്കി വിളിച്ചിരുന്നത്. അത് കേൾക്കുന്നത് മാളുവിന് ഇഷ്ടമായിരുന്നു. കാരണം അവൾക്ക് വെള്ളത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അവൾ ഒരുപാട് നേരം വെള്ളം കോരി കളിക്കും. പല്ലു തേക്കാൻ പോയാൽ വെള്ളം കവിൾ കൊണ്ട് മേൽപോട്ട് തുപ്പി ഒരു മഴവില്ലെങ്കിലും സൃഷ്ടിക്കാതെ അവൾക്ക് സമാധാനമാവില്ല. അന്ന് പൂ പറിക്കുന്നതിനിടയിൽ മാളുവിന് അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായി. ചേമ്പിലയിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളി അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. നല്ല വെള്ളി പോലെ തിളങ്ങുന്ന വെള്ളം. മാളു ആനന്ദത്തോടു കൂടി നോക്കി നിന്നു. അത്ഭുതം! പെട്ടെന്ന് ആ വെള്ളം സംസാരിച്ചു തുടങ്ങി. പതുങ്ങിയ സ്വരത്തിൽ അതിങ്ങനെ പറഞ്ഞു: വെള്ളക്കാരി, പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലെ ആദ്യേ, അല്ലേ മക്കളെ? നെക്സ്റ്റ്. ഓക്കെ. വെള്ളത്തുള്ളിയുടെ മധുരസ്വരം കേട്ട് മാളുവിന് അതിശയമായി. അവൾ അടുത്തുള്ള ഒരു മരത്തിൽ ചാരി നിന്നു. വെള്ളത്തുള്ളി തന്റെ കഥ പറഞ്ഞു തുടങ്ങി. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലായിരുന്നു എന്റെ ജനനം. അന്ന് വളരെ സുന്ദരിയായിരുന്നു ഞാൻ. അതുകൊണ്ട് നക്ഷത്രങ്ങൾക്ക് പോലും എന്നോട് അസൂയ തോന്നിയിരുന്നു. പക്ഷേ ഹിമാലയത്തിലെ ജീവിതം അധികം നീണ്ടു നിന്നില്ല. അവിടെ നിന്ന് ഞാൻ കൂട്ടുകാരുമായി വഴുതി ഇറങ്ങിപ്പോയി. ഞങ്ങൾ പാറക്കൂട്ടങ്ങളിൽ ചിന്നിച്ചിതറി, ഒരുപാട് കുഴികളിൽ വീണു. പടുകുഴിയിലും അതിൻ്റെതായ സുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു നാൾ എനിക്ക് ഒരിളക്കം നേരിട്ടു. എന്റെ മുമ്പിലെ കൂട്ടുകാർ മുന്നോട്ട് പോയതായിരുന്നു കാരണം. ഞാനും അവരോടൊപ്പം സഞ്ചരിച്ചു. നമ്മൾ അത് വായിച്ചല്ലേ മക്കളെ, പറഞ്ഞതല്ലേ അല്ലെ? ടീച്ചർ അതുവരെയല്ലേ പഠിപ്പിച്ചത്? എന്നിട്ട് കഥ മുഴുവൻ കേൾക്കാൻ മാളുവിന് തിടുക്കമായി. മഴത്തുള്ളി കഥ തുടർന്നു. അങ്ങനെ എത്രയോ കാലം ഞങ്ങൾ സഞ്ചരിച്ചു. ഒരു നാൾ ഞാൻ കണ്ടത് അനേകം പേർ ഒരിടത്ത് മുങ്ങിപ്പൊങ്ങുന്നതാണ്. അവരെല്ലാം ഞങ്ങളെ ഭക്തിപൂർവം ആരാധിച്ചു. എനിക്ക് അഭിമാനം തോന്നി. എവിടെയായിരുന്നു അനേക പേർ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നത് കണ്ടത്? പറഞ്ഞോ നിഹാര. ഗംഗാ നദിയിലല്ലേ? അപ്പോൾ നിങ്ങൾ ചെന്നിരുന്ന് ഗംഗാ നദിയിലായിരുന്നു അല്ലേ? ഇപ്പൊ മാളു ചോദിച്ചു. അല്ലെ? അതെ, ഞാൻ സന്തോഷം കൊണ്ട് അലകളിൽ മുങ്ങിയും പൊങ്ങിയും ചാഞ്ചാടി. അവിടെ ഇനിയും ജീവിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കൂട്ടുകാർക്കൊപ്പം വീണ്ടും സഞ്ചരിക്കേണ്ടി വന്നു. ഇടയ്ക്ക് ചുഴികളിൽപ്പെട്ട് വട്ടം കറങ്ങിയും വൃക്ഷങ്ങൾ പൊഴിച്ച പൂക്കളിൽ കയറി വിശ്രമിച്ചും ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. സഞ്ചാരത്തിനിടയിൽ ദൂരെ നിന്ന് വലിയ ഇരമ്പൽ കേട്ടു. ഇരമ്പലിന്റെ മാധുര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകവേ അത് അടുത്തടുത്ത് വരുന്നതായി അനുഭവപ്പെട്ടു. അപ്പൊ എവിടെയായിരുന്നു വെള്ളത്തുള്ളി ആ സമയത്ത്? കേട്ടോ, ഒന്നുകൂടെ വായിക്കാം. അതെ, ഞാൻ സന്തോഷം കൊണ്ട് അലകളിൽ മുങ്ങിയും പൊങ്ങിയും ചാഞ്ചാടി. അവിടെ അത് ഗംഗാ നദിയിൽ എവിടെ ജീവിക്കാം? അവിടെ ഇനിയും ജീവിക്കണമെന്നുണ്ടായിരുന്നു. ആർക്ക്? വെള്ളത്തുള്ളിക്കല്ലേ? പക്ഷെ കൂട്ടുകാർക്കൊപ്പം വീണ്ടും സഞ്ചരിക്കേണ്ടി വന്നു അല്ലേ? വെള്ളത്തുള്ളികൾ ഒരുപാടുണ്ട്. അപ്പൊ അവരുടെ കൂടെ വീണ്ടും വെള്ളത്തുള്ളിക്ക് സഞ്ചരിക്കേണ്ടി വന്നു. ഇടയ്ക്ക് ചുഴികളിൽപ്പെട്ട് വട്ടം കറങ്ങിയും, അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെള്ളം ഇങ്ങനെ ചുഴികളിൽ പെട്ടിട്ട് വട്ടം കറങ്ങുന്നത്? നിങ്ങൾ ഏതെങ്കിലും കുറച്ച് ശക്തിയായി വെള്ളം പോയിട്ട് പോയി നോക്കിയാൽ തന്നെ കാണും അല്ലെ? ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴും, എന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങും. പിന്നെയോ വൃക്ഷങ്ങൾ പൊഴിച്ച പൂക്കളിലായാലും ഇലകളിലായാലും ഒക്കെ കയറി നിൽക്കും അല്ലെ വെള്ളം? അപ്പൊ വെള്ളത്തുള്ളി പൂക്കളിൽ കയറി വിശ്രമിച്ചും, അല്ലെ? ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. സഞ്ചാരത്തിന്റെ ദൂരെ നിന്ന് വലിയ ഇരമ്പൽ കേട്ടു. ഇരമ്പൽ എന്താ? ഒരൊച്ച അല്ലെ? നമ്മളിപ്പോ സമുദ്രതീരത്തെല്ലാം പോയി കേൾക്കാറില്ലേ? കടൽത്തീരത്തൊക്കെ നമ്മള് പോയാല് ഇരമ്പല്, ആർത്തിരമ്പി വരുന്ന തിരമാലകൾ എന്നെല്ലാം നമ്മൾ പറയാറില്ലേ? ആ ഒരു സൗണ്ട് കേട്ടു. ഇരമ്പലിന്റെ മാധുര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകവേ അത് അടുത്തു വരുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ ചുറ്റും നോക്കി. എന്തു പറയാൻ, എങ്ങും നീല നിറം അല്ലെ? ചുറ്റും നോക്കി. അപ്പൊ എന്താണ്? എങ്ങും നീല നിറം. എവിടെയായിരുന്നു അപ്പൊ വെള്ളത്തുള്ളി എത്തിപ്പെട്ടത്? കടലില്. ഞാൻ ചുറ്റും നോക്കി. എന്തു പറയാൻ, എങ്ങും നീല നിറം. എന്റെ ശരീരത്തിൽ ഉപ്പ് രസം കലർന്നു. ഉപ്പ് രസം കലർന്ന ഇത് വെള്ളത്തുന്ന കടൽ വെള്ളത്തുന്ന അല്ലെ? ഉപ്പ് രസം കലർന്നു. അലയായും നുരയായും ഞാൻ ആഹ്ലാദിച്ചു. അവിടെ എന്തെല്ലാം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് അല്ലെ? കടലത്തിൽ എന്തെല്ലാം വിസ്മയിക്കുന്ന കാഴ്ചകളാണ്. വെള്ളത്തുള്ളി ഇങ്ങനെ നോക്കി കാണുകയായിരുന്നു അല്ലെ? പിന്നെ എന്താ പറഞ്ഞേ? നാനാവർണ്ണത്തിലുള്ള പലതരം ജീവികളെ ഞാൻ കണ്ടു. നാനാവർണ്ണം. വർണ്ണം എന്താ മീനിങ്? നിറം. വർണ്ണം, നിറം. അപ്പൊ നാനാവർണ്ണം എന്ന് പറഞ്ഞാ പല നിറത്തിലുള്ള അല്ലെ?
പലതരം നിറത്തിലുള്ള പലതരം ജീവികളെ ആര് കണ്ടു? ഞാൻ കണ്ടു. അരി വെള്ളത്തുള്ളി കണ്ടു. കരയിലേക്ക് ഇരിച്ചു കയറിയും കടലിലേക്ക് തിരിച്ചു പോന്നും ഒരുപാട് കാലം ഞാൻ കളിച്ചു. അല്ലെ? കടൽ തീരത്ത് അങ്ങനെയല്ലേ? ശക്തിയോടെ കടൽ തീരത്തേക്ക് ഇരച്ച് കയറും അല്ലെ? പിന്നെയോ താഴേക്ക് തന്നെ പോവും. കാണുന്നില്ല വെള്ളം അവിടെ കടൽ തീരത്ത് പോയാലേ. അങ്ങനെ വെള്ളത്തുള്ളി കളിച്ചു. പിന്നെന്താ പറഞ്ഞത്? അടുത്ത പാരഗ്രാഫിൽ എന്താ? ഒന്നുകൂടെ അത് വായിക്കാം. ആ പാരഗ്രാഫ് പഠിച്ച പാരഗ്രാഫ്. അതെ, ഞാൻ സന്തോഷം കൊണ്ട് അലകളിൽ മുങ്ങിയും. പേജ് നമ്പർ 35 ലാസ്റ്റ് പാരഗ്രാഫാണ് മിസ് ഇപ്പം വായിക്കുന്ന. ഒന്നും കൂടി. അതെ, ഞാൻ സന്തോഷം കൊണ്ട് അലകളിൽ മുങ്ങിയും പൊങ്ങിയും ചാഞ്ചാടി. അവിടെ ഇനിയും ജീവിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കൂട്ടുകാർക്കൊപ്പം വീണ്ടും സഞ്ചരിക്കേണ്ടി വന്നു. ഇടയ്ക്ക് ചുഴികളിൽപ്പെട്ട് വട്ടം കറങ്ങിയും വൃക്ഷങ്ങൾ പൊഴിച്ച പൂക്കളിൽ കയറി വിശ്രമിച്ചും ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. സഞ്ചാരത്തിനിടയിൽ ദൂരെ നിന്ന് സഞ്ചരിക്കുക എന്താ അർത്ഥം മക്കളെ? യാത്ര ചെയ്യുക അല്ലെ? സഞ്ചരിക്കുക, യാത്ര ചെയ്യുക. ദൂരെ നിന്ന് വലിയ ഇരമ്പൽ കേട്ടു. ഈ ഇരമ്പലിന്റെ മാധുര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകവേ, അത് മാധുര്യം എന്താണ് അർത്ഥം? മാധുര്യം, മധുരം നിറഞ്ഞതല്ലേ? മാധുര്യം. മാധുര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകവേ വലിയ ഇരമ്പൽ കേട്ടു. ഇരമ്പലിന്റെ മാധുര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകവേ അത് അടുത്തു വരുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ ചുറ്റും നോക്കി. എന്തു പറയാൻ, എങ്ങും നീല നിറം. എന്റെ ശരീരത്തിൽ ഉപ്പുരസം കലർന്നു. അലയായും നുരയായും ഞാൻ ആഹ്ലാദിച്ചു. അവിടെ എന്തെല്ലാം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്! നാനാവർണ്ണത്തിലുള്ള പലതരം ജീവികളെ ഞാൻ കണ്ടു. കരയിലേക്ക് ഇരച്ചു കയറിയും കടലിലേക്ക് തിരിച്ചു പോന്നും ഒരുപാട് കാലം ഞാൻ കളിച്ചു. അല്ലെ? എന്താണ് അല? അല എന്നർത്ഥം അലയായും നുരയായും നമ്മളിപ്പോ വായിച്ചില്ലേ? എന്താ അല അർത്ഥം? തിര അല്ലെ? അല്ലെങ്കിൽ ഓളം എന്നാണ് അർത്ഥം അല എന്ന് പറഞ്ഞ. ഓക്കെ. ഇനി ഒരു ദിവസം എന്റെ ശരീരത്തിന് ചൂട് തോന്നി. അത് കൂടി കൂടി വന്നു. ഞാൻ ശക്തിയില്ലാതെ മേലോട്ട് ഉയർന്നു. മേലെ എന്നെ പോലെ നിരവധി പേർ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് വീശി. ആ കാറ്റിൽപ്പെട്ട് ഞങ്ങൾ അനേക നാഴിക ആകാശത്തൂടെ സഞ്ചരിച്ചു. അപ്പൊ എന്തായി തീർന്നത് വെള്ളം? മേഘമായി തീർന്നു അല്ലേ? അടുത്ത ചോദ്യം കണ്ടോ? മേഘമായി തീർന്നു അല്ലേ? മാളു കൗതുകത്തോടെ ചോദിച്ചു. അപ്പൊ മേഘായ സമയത്താണ് ആകാശത്തിലേക്ക് പോയത്. എന്നിട്ടോ അത് മഴയായിട്ട് കാറ്റ് വീശുമ്പോ മഴയായിട്ട് നമ്മൾ താഴേക്ക് വീഴും അല്ലെ? വെള്ളത്തിൽ അങ്ങനല്ലേ വീഴുന്നത്. നിങ്ങൾ മേഘമായി തീർന്നു അല്ലേ? മാളു കൗതുകത്തോടെ ചോദിച്ചു. അതെ, പിന്നീട് പക്ഷികൾ പറഞ്ഞാണ് അതെനിക്ക് മനസ്സിലായത്. അങ്ങനെ വെള്ളമേഘങ്ങളായി സഞ്ചരിക്കുമ്പോഴുള്ള ആനന്ദം. ആനന്ദം എന്താർത്ഥം? ആനന്ദം, സന്തോഷം. അങ്ങനെ വെള്ളമേഘങ്ങളായി സഞ്ചരിക്കുമ്പോഴുള്ള ആനന്ദം എത്രയാണെന്നോ അങ്ങനെ സഞ്ചരിച്ച് ഞങ്ങൾ ഒരു കടലിന് മുകളിലെത്തി. അത്ര വെണ്മയുള്ള ഒരു പ്രദേശം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. സുന്ദരമായ കാഴ്ചകൾ കണ്ട് നീങ്ങുമ്പോൾ കുറെ പക്ഷികൾ എന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചു പാടുന്നു കേട്ടു. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ എനിക്ക് മനോഹരമായ നിറം നൽകി. സന്ധ്യ കഴിഞ്ഞു. കാറ്റില്ലാത്തതിനാൽ ഞങ്ങൾ ആകാശത്ത് നിശ്ചലരായി. അപ്പൊ എന്തായി? അവിടെ നിശ്ചലരായി നിന്നു. അപ്പൊ അതൊന്നുകൂടി വായിക്കാം. അതുവരെ വായിച്ച് നിങ്ങൾ വായിക്കാൻ പഠിക്കണേ മക്കളെ. ഒന്നുകൂടി വായിക്കാം. ഒരു ദിവസം എന്റെ ശരീരത്തിന് ചൂട് തോന്നി. അത് കൂടി വന്നു. ഞാൻ ശക്തിയില്ലാതെ മേലോട്ട് ഉയർന്നു. മേലെ എന്നെ പോലെ നിരവധി പേർ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് വീശി. ആ കാറ്റിൽപ്പെട്ട് ഞങ്ങൾ അനേക നാഴിക ആകാശത്തുകൂടെ സഞ്ചരിച്ചു. നിങ്ങൾ മേഘമായി തീർന്നു അല്ലേ? മാളു കൗതുകത്തോടെ ചോദിച്ചു. അതെ, പിന്നീട് പക്ഷികൾ പറഞ്ഞാണ് അതെനിക്ക് മനസ്സിലായത്. അങ്ങനെ വെള്ളമേഘങ്ങളായി സഞ്ചരിക്കുമ്പോഴുള്ള ആനന്ദം എത്രയാണെന്നോ അങ്ങനെ സഞ്ചരിച്ച് ഞങ്ങൾ ഒരു കടലിന് മുകളിലെത്തി. അത്ര വെണ്മയുള്ള ഒരു പ്രദേശം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. സുന്ദരമായ കാഴ്ചകൾ കണ്ട് നീങ്ങുമ്പോൾ കുറെ പക്ഷികൾ എന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചു പാടുന്നത് കേട്ടു. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ എനിക്ക് മനോഹരമായ നിറം നൽകി. സന്ധ്യ കഴിഞ്ഞു. കാറ്റില്ലാത്തതിനാൽ ഞങ്ങൾ ആകാശത്ത് നിശ്ചലരായി. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് വായിക്കണ്ടേ? നമുക്ക് വായിച്ച അറിയുന്നുണ്ടോ നോക്കണ്ടേ? ഓക്കെ, ഫസ്റ്റ് നീ ആര് തുടങ്ങിക്കോ. ആദ്യത്തെ പാരഗ്രാഫ്.
ഉറക്കെ വായിക്കണേ മക്കളെ. നിഹാര കേൾക്കുന്നില്ല, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ മക്കളെ? ഇല്ല. നിഹാരക്ക് എന്ത് പറ്റി? നിഹാര മൈക്ക് ക്ലിയർ ഇല്ലേ? ഓക്കെ, നെക്സ്റ്റ് നവമി വായിച്ചോ അപ്പോഴേക്ക്. പാഠം 8 നീർത്തുള്ളിക്ക് മുണ്ട് കഥ പറയാൻ. തോട്ടത്തിൽ പൂ പറിച്ചു നിൽക്കുകയായിരുന്നു മാളു. വെള്ളക്കാരി എന്നാണ് കൂട്ടുകാർ അവളെ കളിയാക്കി വിളിച്ചിരുന്നത്. അത് കേൾക്കുന്നത് മാളുവിന് ഇഷ്ടമായിരുന്നു. കാരണം അവൾക്ക് വെള്ളത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അവൾ ഒരുപാട് നേരം വെള്ളം കോരി കളിക്കും. പല്ലു തേക്കാൻ പോയാൽ വെള്ളം കവൾ കൊണ്ട് മേൽപോട്ട് തുപ്പി ഒരു മഴവില്ലെങ്കിലും സൃഷ്ടിക്കാതെ അവൾക്ക് സമാധാനമാവില്ല. അന്ന് പൂപറിക്കുന്നിടയിൽ മാളുവിന് അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായി. ചേമ്പിലയിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളി അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. നല്ല വെള്ളി പോലെ തിളങ്ങുന്ന വെള്ളം. മാളു ആനന്ദത്തോടുകൂടി നോക്കി നിന്നു. അത്ഭുതം! പെട്ടെന്ന് ആ വെള്ളം സംസാരിച്ചു തുടങ്ങി. പതുങ്ങിയ സ്വരത്തിൽ അത് ഇങ്ങനെ പറഞ്ഞു: വെള്ളക്കാരി, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. വെള്ളത്തുള്ളിയുടെ മധുരസ്വരം കേട്ട് മാളുവിന് അതിശയമായി. അവൾ അടുത്തുള്ള ഒരു മരത്തിൽ ചാരി നിന്നു. വെള്ളത്തുള്ളി തന്റെ കഥ പറഞ്ഞു തുടങ്ങി. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലായിരുന്നു എന്റെ ജനനം. അന്ന് വളരെ സുന്ദരിയായിരുന്നു ഞാൻ. അതുകൊണ്ട് നക്ഷത്രങ്ങൾക്ക് പോലും അസൂയ തോന്നിയിരുന്നു. പക്ഷെ ഹിമാലയത്തിലെ ജീവിതം അധികം നീണ്ടു നിന്നില്ല. അവിടെ നിന്നും ഞാൻ കൂട്ടുകാരുമായി വഴുതി ഇറങ്ങിപ്പോയി. ഞങ്ങൾ പാറക്കൂട്ടങ്ങളിൽ ചിതറി ഒരുപാട് കുഴികളിൽ വീണു. പടുകുഴിയിലും അതിൻ്റെതായ സുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു നാൾ എനിക്ക് ഒരിളക്കം നേരിട്ടു. എന്റെ മുമ്പിലെ കൂട്ടുകാർ മുന്നോട്ട് പോയതായിരുന്നു കാരണം. ഞാനും അവരോടൊപ്പം സഞ്ചരിച്ചു. അടുത്ത പാരഗ്രാഫ് ജൂലിയറ്റ് ജോസ്. എനിക്ക് ഇപ്പോഴുള്ള ആസിഡ് അതുകൊണ്ട് എനിക്ക് കേട്ടോ. ഓക്കെ, സെൽന. അപ്പോൾ ശ്രദ്ധിക്കണേ ജൂലിയറ്റ്. സെൽന എലിസബത്ത്. എന്നിട്ട് കഥ മുഴുവൻ കേൾക്കാൻ മാളുവിന് തിരക്കമായി. മഴത്തുള്ളി കഥ തുടർന്നു. അങ്ങനെ എത്രയോ കാലം ഞങ്ങൾ സഞ്ചരിച്ചു. ഒരു നാൾ ഞാൻ കണ്ടത് അനേകം പേർ ഒരിടത്ത് മുങ്ങിപ്പോകുന്നതാണ്. അവരെല്ലാം ഞങ്ങളെ ഭക്തിപൂർവ്വം ആരാധിച്ചു. എനിക്ക് അഭിമാനം തോന്നി. അപ്പോൾ നിങ്ങൾ ചെന്നു ചേർന്നത് ഗംഗാ നദിയിലായിരുന്നു അല്ലേ? മാളു ചോദിച്ചു. അതെ, ഞാൻ സന്തോഷം കൊണ്ട് അലകളിലും മുങ്ങിയും പൊങ്ങിയും ചാഞ്ചാടി. അവിടെ ഇനിയും ജീവിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കൂട്ടുകാർക്കൊപ്പം വീണ്ടും സഞ്ചരിക്കേണ്ടി വന്നു. ഇടയ്ക്ക് ചുഴികളിൽ പെട്ടു വട്ടം കറങ്ങി വൃക്ഷങ്ങൾ പൊഴിച്ച പൂക്കളിൽ കയറി വിശ്രമിച്ചും ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. സഞ്ചാരത്തിനിടയിൽ ദൂരെ നിന്ന് വലിയ ഇരമ്പൽ കേട്ടു. ഇരമ്പലിന്റെ മാധുര്യം ആസ്വദിച്ചു മുന്നോട്ട് പോകവേ അത് അടുത്തു വരുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ ചുറ്റും നോക്കി. എന്തു പറയാൻ, എങ്ങും നീല നിറം. എന്റെ ശരീരത്ത് ഉപ്പ് രസം കലർന്നു. അലയാനും നുരയായും ഞാൻ ആഹ്ലാദിച്ചു. അവിടെ എന്തെല്ലാം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്! നാനാ വർണ്ണത്തിലുള്ള പലതരം ജീവികളെ ഞാൻ കണ്ടു. കഴിയിലേക്ക് ഇരച്ചു കയറിയും കടലിലേക്ക് തിരിച്ചു പോന്നും ഒരുപാട് കാലം ഞാൻ കളിച്ചു. ഒരു ദിവസം ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ. ഒരു ദിവസം എന്റെ ശരീരത്തിന് ചൂട് തോന്നി. ഇത് കൂടിക്കൂടി വന്നു. ശക്തിയില്ലാതെ മേലോട്ട് ഉയർന്നു. മേലെ എന്നെ പോലെ നിരവധി പേർ തങ്ങി നിന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് ആ കാറ്റിൽ പെട്ട് ഞങ്ങൾ അനേകം നാഴിക ആകാശത്ത് കൂടെ സഞ്ചരിച്ചു. സിദ്ധാന്ത് കൃഷ്ണ.
നിങ്ങൾ മേഘമായി തീർന്നു അല്ലേ? മേഘം. മാളു കൗതുകത്തോടെ ചോദിച്ചു. പിന്നീട് പക്ഷികൾ പറഞ്ഞാണ് അതെനിക്ക് മനസ്സിലായത്. അങ്ങനെ വെള്ളമേഘങ്ങളായി സഞ്ചരിക്കുമ്പോഴുള്ള ആനന്ദ എത്രയാണെന്നോ അങ്ങനെ ഒരു കടലിന് മുകളിൽ അത്ര നന്മയുള്ള കടലിന് മുകളിൽ നന്മയുള്ള പ്രദേശം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. സുന്ദരമായ കാഴ്ചകൾ കണ്ട് നീങ്ങുമ്പോൾ കുറെ പക്ഷികൾ എന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചു. പാടുന്നത് കേട്ടു. ഫുൾ സ്റ്റോപ്പ്. അസ്തമയ കിരണങ്ങൾ എന്താർത്ഥം? രശ്മി. അസ്തമയ സൂര്യൻ എന്താ പ്രത്യേകത മക്കളെ? അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ എനിക്ക് മനോഹരമായ നിറം നൽകി. അസ്തമയ സൂര്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പ അസ്തമയം? സൂര്യൻ അസ്തമിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ വൈകുന്നേരം, സന്ധ്യാസമയം അല്ലെ? സൂര്യൻ അസ്തമിക്കുക. അപ്പൊ എങ്ങനെയുണ്ടാവുക സൂര്യന്റെ കളറ്? നല്ല ചെങ്കിരണങ്ങളായിരുന്നു, ചുവന്ന നിറങ്ങളായിരിക്കും. മനസ്സിലായോ? കിരണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? രശ്മി അല്ലെ, പ്രകാശം. അപ്പൊ അസ്തമയ സൂര്യന്റെ കിരണങ്ങളേറ്റ് ആര് മനോഹരമായി അർത്ഥം അല്ലെ? മനോഹരമായി നിറം നൽകി. ഇനിയോ സിദ്ധാന്തേ വായിച്ചേ. സന്ധ്യ കഴിഞ്ഞു. കാറ്റ് ഇല്ലാത്തതിനാൽ ഞങ്ങൾ ആകാശത്ത് നിശ്ചലരായി. ഓക്കെ. അപ്പൊ ഇപ്പൊ വായിക്കാത്ത 2-3 പേരും കൂടി ഉണ്ട് അല്ലെ? വായിക്കാൻ നല്ലതുപോലെ പഠിക്കണേ മക്കളെ നിങ്ങള്. ആദ്യത്തെ ഒന്ന് നിഹാര ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചോ. ഇനി 2-3 പേരില്ല, അവരും കൂടെ വായിച്ച് നമുക്ക് അർത്ഥം എഴുതണം. വേഗം. കേൾക്കുന്നില്ല നിഹാര മക്കളെ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അവള് വായിക്കുന്നേ? എന്തോ ഒരു സൗണ്ട് വരുന്നു വലിയ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ജൂലിയറ്റ് കണ്ടോ? ഇപ്പൊ നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാന്നതാണ് നമ്മൾ പഠിച്ചത്. ഷെസിനും ഉണ്ടല്ലേ വായിക്കാൻ? ജൂലിയറ്റ്, ഷെസിൻ വായിക്കുന്നു. ഷെസിൻ വായിക്കാൻ പഠിച്ചോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ മക്കളെ, ഇന്ന് നമ്മൾ പഠിപ്പിച്ച ഭാഗം ഒരു 3 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് മിസ്സിന് ഒരു ഓഡിയോ, അതിൽ ഏത് നല്ലൊരു ഓഡിയോ വൃത്തി വായിക്കാൻ പഠിച്ച ഒരു ഓഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തരണേ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തേ നോക്കട്ടെ. പൂവിളിയിലെ ക്വസ്റ്റ്യൻസ് എഴുതി നോക്കട്ടെ മിസ്. ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പൂവിളി എന്ന പാഠത്തിന്റെ ഒരു എക്സാം ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് അടുത്ത ദിവസം.
പഠിച്ചിട്ട് വരണല്ലേ കേട്ടോ. അർത്ഥവും അതിന്റെ പര്യായവതും ഒക്കെ കേട്ടോ. ക്വസ്റ്റ്യൻസും കേട്ടുമല്ലോ എല്ലാ മക്കളും? ഓക്കെ ആണോ? ഏത് ദിവസമാ നിങ്ങൾ വരുന്ന ദിവസം? കുറച്ച് പേര് വരുന്നവരില്ലേ? എല്ലാരും വരാത്തവരില്ലല്ലോ. അടുത്ത ദിവസം കൂടെ അപ്പൊ പഠിക്കണം കേട്ടോ. ഇനി നിങ്ങൾ ഇപ്പൊ നമ്മൾ കുറെ ഭാഗം പഠിച്ചില്ലേ? അതിന്റെ വരെയുള്ള അർത്ഥം നമുക്ക് എഴുതാം. നിങ്ങൾ ആ നോട്ടിൽ എഴുതിക്കോ. നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാൻ. ഹെഡിങ് എഴുതിക്കോ. നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാൻ. നല്ല നീറ്റിൽ എഴുതണേ. ഓക്കെ. നോട്ട്ബുക്കിൽ എഴുത്. എന്നിട്ട് ഫസ്റ്റ് വൺ അല. നമ്മൾ പഠിച്ചാണ് ഇപ്പൊ അല. നമ്മൾ പഠിച്ച അർത്ഥം വരെ നമുക്കിപ്പോ എഴുതാം. അല എഴുതിക്കോ. എഴുതിയോ? ഫസ്റ്റ് വൺ അല. അല എന്താ അർത്ഥം? മിസ് പറഞ്ഞതല്ലേ? തിര ഓളം. തിര അല്ലെങ്കിൽ ഓളം എഴുതിക്കോ. എങ്ങനെ എഴുതണം? നേരെ എഴുതണം. അലാന്ന് എഴുതി ഒരു ഹൈഫൺ കുറച്ച് നടുക്കേ കൂടി ഇട്ടിട്ട് അപ്പുറം എഴുതുക കേട്ടോ. നേരെ ബുക്കിന്റെ പേജ് മടക്കിയിട്ട് അപ്പുറം എഴുതുക. അല. ഓക്കെ. തിര അല്ലെങ്കിൽ ഓളം എന്ന് എഴുതുക. നല്ല നീറ്റിൽ എഴുതണേ. മിസ്സിന് കാണിച്ചു നോക്കട്ടെ നിങ്ങൾ എഴുതുന്നത്. തിര എഴുതുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ. തിര ഓളം നവമി എഴുതിയിട്ടുണ്ട്. നടുക്ക് ഹൈഫം വരുന്ന വിധത്തിൽ എഴുതുക. തിര ഓളം. അല്ല അല തിര അല്ലെങ്കിൽ ഓളം. നെക്സ്റ്റ് ആനന്ദം. അടുത്തത് ആനന്ദം. നമ്മൾ പറഞ്ഞില്ലേ ആനന്ദം എന്താ അർത്ഥം പറഞ്ഞേ? സന്തോഷം. ആ സന്തോഷം എഴുതി. ആനന്ദം സന്തോഷം. ആനന്ദം സന്തോഷം അല്ലെ? നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കിയേ. കിരണം. നമ്മളിപ്പോ പറഞ്ഞില്ലേ അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റ് എന്ന് പറഞ്ഞു. കിരണം എന്താ അർത്ഥം പറഞ്ഞ മിസ്? രശ്മി. ഓക്കെ. കിരണം രശ്മി. കണ്ടോ നിങ്ങള്? പദപരിചയത്തിലെ വേർഡ്സാ ഞാൻ പറയുന്നത്. ഇതാ ഇത് അല. ഓക്കെ. കിരണം രശ്മി. അത്രയും വേർഡ്സ് ഉണ്ടായിരുന്നുള്ളൂ അല്ലെ നമ്മിപ്പം പഠിച്ചതില്? ഖനം വരണത്രല്ലേ? വേണം ഖനം എഴുതിക്കോ. അടുത്ത് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എളുപ്പത്തിലാവും. ഖനം എന്താ ഖനത്തിന്റെ മീനിങ്? ഖനം കട്ടി അല്ലെ? ഖനമുള്ള എന്ന് പറഞ്ഞ കട്ടിയുള്ള എന്നാണ് വരുക അർത്ഥം. ഖനമുള്ള കട്ടിയുള്ള. നോക്കിയതിനെ മക്കളെ തെറ്റിക്കാതെ. ജൂലിയറ്റ് എഴുതിയോ? ഖനമുള്ള കട്ടിയുള്ള. എഴുതി തരണ്ടല്ലോ നിങ്ങൾക്ക്. അവിടെ നിന്ന് നോക്കിയതാ അത് പുറകുന്ന കേട്ടോ. എഴുതി തരണോ? വേണ്ട. ഓക്കെ. ഇനി തിടുക്കം. തിടുക്കപ്പെട്ടു പോന്നു എന്ന് പറഞ്ഞില്ലേ നമ്മള്? തിടുക്കം ധൃതി. തിടുക്കം ധൃതി. തിടുക്കം ധൃതി. പരോപകാരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ?
പരന് ഉപകാരം ചെയ്യുന്നവര്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് എന്ന അർത്ഥാണ് കേട്ടോ പരോപകാരി അല്ലേ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ് പരോപകാരി. പരോപകാരി. അടുത്തത് വഴുതുക. എഴുതി കഴിഞ്ഞോ? ജൂലിയറ്റ് എന്താ എഴുതാതെ ഉറക്കം നോക്കിക്കൊണ്ട് നിൽക്കുന്നില്ലേ ജൂലിയറ്റ്? മിസ് ഞാനത് എഴുതിയതാ. അതെയോ? എല്ലാം എഴുതി വെച്ചോ? വഴുതുക, തെന്നുക എഴുതി കഴിഞ്ഞോ? പിന്നെ രണ്ടെണ്ണം കൂടിയേ ഉള്ളൂ. വെണ്മ. വെണ്മ, വെളുപ്പ്. വെണ്മ, വെളുപ്പ്. സ്വരം. എന്താ മീനിങ് സ്വരം? സ്വരം, മധുര സ്വരം എന്ന് പറയാറില്ലേ? സ്വരം ശബ്ദം. സ്വരം ശബ്ദം. അപ്പൊ നമ്മൾ ഇന്ന് പദപരിചയത്തില് കുറച്ച് വേർഡ്സുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചേ നവമി. എല്ലാവരും എഴുതിയോ അത്? അല, അല, ഓളം, ഓളം, ആനന്ദം, സന്തോഷം, സന്തോഷം, കിരണം, കനമുള്ള, കട്ടിയുള്ള, തിടുക്കം, ധൃതി, പരോപകാരി, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആൾ, വഴുതുക, തെന്നുക, വെണ്മ, വെളുപ്പ്, സ്വരം, സ്വരം ശബ്ദം. ഇത്രയും എല്ലാ മക്കളും എഴുതിയോ? എഴുതിയോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ദിവസം 2 പാരഗ്രാഫ് ടീച്ചർ എടുത്തായിരിക്കും. ചിലപ്പോൾ 2 പാരഗ്രാഫും കൂടെ 2-3 പാരഗ്രാഫ് എടുക്കാനുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ നല്ലതുപോലെ വായിക്കണേ. പാഠഭാഗം നല്ലതുപോലെ വായിക്കണം. എഴുതി കഴിഞ്ഞില്ലേ? ഷെസിൻ എഴുതിയ മോനെ? എഴുതിയില്ല? എത്ര വരെ എത്തി? സിദ്ധാന്ത് എഴുതിയോ? സിദ്ധാന്തേ? ഓക്കെ. എന്നാ ഒന്ന് വായിച്ചേ എഴുതിയത്. നോട്ട്ബുക്കിൽ എഴുതിയത്. നോട്ട്ബുക്കില്. നോട്ട്ബുക്കിൽ ഇപ്പൊ എഴുതാൻ പറഞ്ഞില്ലേ മീനിങ്? അതൊന്ന് എഴുതിയത് വായിച്ചെഴുതി നോക്കിട്ട്. നിറം വെള്ളം, ആനന്ദം, അല, മിസ് ബിന്ദു മിസ് അതിനു മുമ്പ് 2 ഓക്കെ. നീര്, വെള്ളം. എഴുതിയിട്ടുണ്ടോ? ഓക്കെ, നല്ലത്. എഴുതിക്കോ. നീര്, വെള്ളം, പിന്നെയോ ആനന്ദം, ആനന്ദം, സന്തോഷം അല്ലേ? വായിച്ചേ. അല, തിരുവാളം, അല്ലെങ്കിൽ ഓളം. കിരണം, രശ്മി. ഖനം, കട്ടി, ഖനമുള്ള, കട്ടിയുള്ള. അതല്ലേ എഴുതിയേ? കട്ടിയുള്ള, തിടുക്കം, തിടുക്കം, ധൃതി, ധൃതി,
പരോപകാരി. പരോപകാരി വായിച്ചേ. പരോപകാരി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആൾ. തെന്നുക വെണ്മ. വെളുപ്പ്. സ്വരം ശബ്ദം. ഓക്കെ, വായിക്കാൻ പറ്റാത്തവരുണ്ടോ? ഇനി അർത്ഥം മീനിങ് വായിക്കാൻ പറ്റുന്നില്ല മക്കളെ? വായിക്കാൻ അറിയാലോ എല്ലാവർക്കും? അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. ആ നിശ്ചലരായി വരികയാണ് നമ്മൾ ഇന്ന് എടുത്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ പഠിക്കണം. പിന്നെ പൂളിയുടെ എല്ലാ ആക്ടിവിറ്റീസും പഠിക്കണം. ഓക്കെ ഓക്കെ, ബൈ ബൈ, സി യു. ഓക്കെ, ബൈ ബൈ. Bye. Thank you, Miss. ഓക്കെ, താങ്ക് യു. മിസ്. Miss. Thank you. Bye, Miss. Thank you, Miss.